പിടിക്കാൻ തുടങ്ങും പുകയെല്ലാം തുറക്കണ്ടാണ് കളറും. പക്ഷേ ഈ പുക വരുന്നത് എവിടെ നിന്നാണ് ഈ പുക വരുന്നത്? എന്താ ഇത് പുകയും ഇതെല്ലാം കൂടെ ഓരോരുത്തരുടെ കഴിച്ചു നോക്കിയപ്പോഴോ ഉള്ള പുകയും കൊണ്ടുപോയാൽ കൂടെ എന്താണ് അത് സൂക്കേട്? ഏതാണ് ഇത് സൂക്കേട്? രാത്രി ഉറങ്ങണ്ടവിടെ പെട്രോളിന്റെയും കൂടെ കുന്തത്തിന്റെ എല്ലാം മണം കാണണം. എന്താ ഇത് ഡൽഹിയിലെല്ലാവരും പെട്രോളിന്റെയും കുന്തത്തിന്റെയും മണം വയ്ക്കുമോ? ഇതൊന്നും ആർക്ക് നിൽക്കണ്ട. പുകയും കുന്തമെല്ലാം കൂടെ മോനൊക്കെ കഴിക്കും. ഭൂമിവാസം ഒന്ന് കാണിക്കുന്നു. എന്താ ഇത്? എന്തോ ആകാവുന്ന മനുഷ്യരോട് മനുഷ്യരുടെ മേത്തോട്ടുള്ള പോയിസണസ് ഗ്യാസ് DDT ഫുഡ് കുറച്ചെല്ലാം അടിച്ചു വരുന്നു. എന്താ ഭൂമിവാസം ഒന്ന് ബ്ലോക്കിംഗ് ഗ്യാസും മുണ്ട ഗ്യാസും എല്ലാം മനുഷ്യർക്കൊന്നും ഇരിക്കണ്ട. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടത്തുക പറയണം. എന്തുവാണ് സൂക്കേടില്ല? കൊന്നേക്ക് പുറത്തെല്ലാം എടുക്കണം. ഇതിന് കുറെ സപ്പോർട്ട് ക്രിമിനൽസ് നിനക്ക് ആരാണ് നമ്മുടെ ഫോണിലൊക്കെ കുറെ ക്രിമിനൽസ് ഇതിനൊക്കെ പുറത്തെടുത്തത് എന്റെ രക്ഷിക്കുന്നു. ക്രിമിനൽസ് ആർക്കെല്ലാം പിടിച്ചു വയ്ക്കാൻ നടക്കും. ഓരോ ആർക്കെങ്കിലും സീറ്റിൽ കൂടെ മറ്റേതിൽ കൂടെ കസ്റ്റഡിയിൽ കൂടെ എല്ലാം പിടിച്ചു വയ്ക്കാൻ നടക്കുന്നു. പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനും മറ്റേതിനും മറ്റേതിനും കൂടെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടത്തുകയോ തെരുമാറ്റം തന്നെ വായിക്കുന്നത്. എന്താ വേണം? മനുഷ്യർക്ക് ജീവിക്കണ്ടായോ? കുറെ ബ്ലോട്ടിംഗ് ഗ്യാസും കുറെ കുന്തവും പച്ചക്കറും കുറെ ലേസറും ഗോൾഡ് ലേസർ മറ്റേ ലേസർ കുറെ മുടിയലോട് ലേസർ കോമ്പേറ്റോട് ലേസർ കുറെ പുകയും പെരക്കത്തെല്ലാം പുക വരാനും പെരക്കത്തെല്ലാം മണ്ണെണ്ണ മാറാനും പെട്രോൾ മാറാനും എന്തോ ഇത് ഡൽഹിയിൽ എല്ലാവരും വീട്ടിനകത്ത് പെട്രോൾ മാറുമോ? പെട്രോൾ മാറി എന്താണ് പോലീസെല്ലാം പഠിച്ചു നടത്തി വെച്ചിരിക്കുക മുടിയല്ല മനുഷ്യർക്ക് ജീവിക്കേണ്ട പറയുന്നത്. എന്ത് പറയുന്നത്? മനുഷ്യരെ കൊല്ലാൻ നോക്കുന്നത് ആൾക്കാരിൽ കൂടെ എല്ലാം സാക്രിഫൈസ് നടത്തുക കുഴപ്പമില്ലേക്ക്. എനിക്ക് മുക്കും സംസാരിക്കാൻ തന്നു. ഞാൻ മുക്കും സംസാരിച്ചോടെ ഞങ്ങൾ വയസ്സിട്ട് ഞങ്ങളൊന്ന് പിരിഞ്ഞ് കഥകളാണ്. എന്താ കഥയാണ്? ഞങ്ങൾ പണ്ട് സംസാരിക്കും. ചിലപ്പോൾ അടിയേറ്റ് നിൽക്കും. കണ്ടവർക്കുള്ള കാര്യം എന്തോ കണ്ടവരൊന്നും പറയാൻ പറ്റണ്ട. കണ്ടവരിവിടെ വരുന്നത് കഥ മറ്റേ കഥ പോലെ കുറെ ഫേക്കിൽ എന്തുവാ ഫേക്ക് ഓൺലൈൻ രജിസ്റ്റർമായി കഥ കണ്ടാവും വരുന്നത് കഥ ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോലീസ് കടയിൽ കൊണ്ടുപോകൊണ്ട് നടക്കുന്ന അവൻ വന്നാൽ ജോലിയില്ലാതെ അതിനകത്ത് ജോലി നോക്ക്. ഈവാഴ്ച അതിനകത്ത് ജോലിയാണ് നോക്കുന്നത്. കണ്ടവന്റെ മണ്ടക്കോട്ട് ഗ്യാസ് അടിക്കാനും കണ്ടവന്റെ മണ്ടക്കോട്ട് ഇല്ലാക്കാനും കണ്ടവന്റെ പൈസ മോട്ടിക്കാനും പൈസ കട്ട് മോട്ടിക്കാനും ഇൻഷുറൻസ് അടിച്ചു മാറ്റാനും ഒന്നും നടക്കുമല്ല. പോലീസൊക്കെ നടക്കുന്നു പറയണം. പക്ഷേ ഇല്ലാത്ത ഇവിടെ പല ഓണർമാരെ സ്വാധീനിച്ച് പറയാൻ ഇങ്ങോട്ടാക്കുന്നു. എന്താ വരുന്നത്? കറണ്ട് കഥയായി പറയണ്ടാമ ഇബ്രാഹിം ദിവസം കറണ്ട് പോക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ തുടങ്ങി 3 ദിവസമായിട്ട് കറണ്ട് പോക്കും. എന്താ പറയാ? ഓൺലൈൻ മാരേജും ഓൺലൈൻ മാരേജും ഡ്രാമയും ബ്ലൂമായും എന്താ പറഞ്ഞ എന്തുവാ? എന്റെ ഫോണിനകത്തൊന്നും ഒന്നുമില്ല. എന്റെ ഫോണിനകത്ത് കഴ സംഗതിയെന്ന് എനിക്കറിയാം. ഓൺലൈനിലെല്ലാം വാങ്ങിച്ച ഉടനെ ഡ്രാമ OTP വന്ന ഉടനെ രജിസ്റ്റർ മാരേജ് ഡ്രാമ OTP ഡ്രാമ മറ്റേ ഡ്രാമ തുണി വാങ്ങിച്ച കല്യാണത്തിന് ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് തുണി വാങ്ങിച്ച ഉടനെ ഓൺലൈൻ മാരേജ് ഡ്രാമ അല്ലാത്ത ഡ്രാമ മറ്റേ ഡ്രാമ അമ്മായി വിളിക്കും. വരുന്നെന്ന് പറയുന്നത് വിളിക്കും. കല്യാണം കഴിക്കാൻ പോലെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരുടെ വീട്ടിൽ പണിയൊന്നും ഇല്ലല്ലോ. അതിനവരിങ്ങനെ വിളിക്കുക. ലക്നൌവിനെ ആരാണ്ട് വിളിക്കുന്ന പോലെ പിന്നെ കഥകളാ പോലെ രാജു പയ്യ മറ്റേ പയ്യ പാലംകാരി പിന്നോട് ലക്നൌകാരി ഇവരുണ്ട്. ഇങ്ങനെ നാടുകളെ പെണ്ണുങ്ങളും ദീപായ പഠിക്കുന്ന നാടുകളെ ആളുകളും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല എന്താ പറയുന്നത്. ജോലിയാക്കമായി നടക്കുന്നു. മോമ്പെക്കാരെപ്പോഴും രാത്രി അവരുടെ പെട്രോളും വെള്ളം മാറ്റാൻ എന്ത് ജോലി പെട്രോൾ നാളെ ഡൽഹിയിലെ പെട്രോൾ നാളെന്ന് തോന്നുന്നത്. ഡൽഹിയിലെ വീട്ടുകളിലെല്ലാം പെട്രോൾ നാളെ മണക്കുവാന്നാണ് തോന്നുന്നത്. കൊള്ളാമല്ലോ. എനിക്കൊന്നറിയണം. കോടതിയോട് ചോദിക്കണം എനിക്ക്. ഡൽഹിയിലെ വീടുകളിലെല്ലാം മജിസ്ട്രേറ്റിരിക്കുന്ന വീട്ടിലെ പെട്രോൾ നാള് വന്നത്
ശ്വാസമുട്ടലാണെന്ന് പുക വരുമോന്നും ഒന്നും അറിയണ്ടായോ? ഒന്നും അറിയണമല്ലോ. പെട്രോൾ മാറ്റമല്ല എന്താണെന്ന് അറിയണ്ടായോ? പെട്രോൾ മാറാൻ പെട്രോളും മാറ്റവും ഡ്രാമായും ബ്ലൂമായും അരിക്കുമായി പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ അവിടെ പോകും ആലത്തൂർ കാറ് വരും, പിന്നെ തിരിച്ചിട്ട് പോലും ആരും പെണ്ണുങ്ങൾ വന്ന് അവസ്ഥ പറയുന്നു. കഥകള ഡ്രാമ. ഡ്രാമയുണ്ട് കൊല്ലം. ഡ്രാമയിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നു. ഡ്രാമക്കാർ ഓൺലൈൻ മാരേജ് ഡ്രാമ. ഇവിടെ കണ്ടവരെയൊന്നും അറിയാവുന്നതല്ല, കണ്ടവരെയൊന്നും കെട്ടാവുന്നതല്ല, കണ്ടവരെയൊന്നും ഓൺലൈൻ മാരേജ് കേൾക്കാവുന്നതല്ല. ഈ കാര്യത്തിൽ ഇവിടെ ടെലന്റായിട്ട് വന്നതാണ്, ടെലന്റായിട്ട് വന്നതല്ല. അല്ലാതെ കണ്ടവരെയൊന്നും കെട്ടാനും പറഞ്ഞാലും ഓൺലൈൻ മാരേജും രീതിയിലൊന്നും വന്നതല്ല. മണവരി സോനിയാവസ്ഥ കടയിൽ ഉണ്ടാക്കാൻ മര്യാദ ചെയ്താൽ മതി. ആരായാലും സോനിയാവസ്ഥ കടയിൽ പൈ